എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മമ്മൂട്ടി നായകനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പുതിയ സിനിമയായ ഭ്രമയുഗം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അഞ്ചൽ വർഷയിലാണ് നമ്മൾ സിനിമ കണ്ടത്. പാരിപ്പള്ളി രേവതിയിലാണ് സാധാരണ സിനിമ കാണുന്നത്. പക്ഷേ ഇന്ന് തിരക്ക് മൂലം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഫുള്ളായി, അതുകൊണ്ട് വർഷയിലേക്ക് വന്നു. അപ്പോൾ പടം കണ്ടു. വളരെ അടിപൊളി ഒരു പടമാണ് കേട്ടോ. ഒരു മുത്തശ്ശി കഥ കാണുന്നത് പോലെ, നമ്മളെ ഏതോ ഒരു സിനിമയ്ക്ക് പരസ്യം ചെയ്തതുപോലെ മുത്തശ്ശി കഥ, സത്യത്തിൽ ഇതിനാണ് മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യേണ്ടുന്നത്. ആ രീതിയിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഭ്രമയുഗം. നമ്മളെ പലപ്പോഴും പേടിപ്പിക്കുകയും ഒരു പഴയകാല രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇൻ ഗോസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറച്ച് ഭാഗങ്ങളിലുള്ള ഒരു സിനിമയായിട്ട് വന്നത്. അതിനുശേഷം ഇത് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കൃത്യമായിട്ട്, നമുക്ക് ഒരു തരി പോലും ബോറടിക്കില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് കരുതി നമുക്കൊന്ന് ബോറടിക്കുന്ന രീതിയിലൊന്നുമല്ല സിനിമ വന്നിരിക്കുന്നത്. ഫുള്ള് നമ്മളെ എൻഗേജിങ് ആയിക്കൊണ്ട് തന്നെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഒരു കൊടുമ്പൻ പോറ്റിയുടെ കഥ പറഞ്ഞ് പോകുന്ന ഒരു സിനിമയാണ്. കുറച്ച് ചാത്തൻ സേവയും കുറച്ച് ബ്രാഹ്മണിക്കലായിട്ടുള്ളതും പിന്നെ അടിയാളന്മാരുടെ കുറേ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് സിനിമയിൽ പറഞ്ഞ് പോയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ. പിന്നെ ആകെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് എനിക്ക് പേഴ്സണലി ബോറടിച്ച് കുറച്ച് ഭാഗത്ത് മാത്രം. അല്ലാതെ മൊത്തത്തിൽ ആ സമയത്ത് നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്തു. അത് സെക്കൻഡ് ഹാഫൊക്കെ വന്നപ്പോഴത്തേക്ക് ഫുള്ളി എൻഗേജിങ് ആയിട്ടാണ് പടം മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നെ മമ്മൂക്ക പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ആ സിനിമയിൽ അങ്ങ് ജീവിച്ച് കാണിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പുള്ളി ഈ ഒരു പ്രായത്തിൽ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വേഷങ്ങളെന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. അത് എനിക്ക് തോന്നുന്ന പുള്ളിയെ ഇങ്ങനെയുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കാൻ പുള്ളിക്ക് വളരെയധികം അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ സഹായകമായിട്ട് പിഷാരടി കൂടെ ഉള്ളതാണെന്ന് എനിക്ക് വ്യക്തിപരമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളി ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അർജുൻ അശോകൻ, ആസിഫ് അലി ഒഴിവാക്കിയ വേഷമാണ് അർജുൻ അശോകൻ ചെയ്തിരിക്കുന്നത്. അത് അർജുൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആണിത്. അർജുനാണ് ഈ കഥയിലെ നായകനെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ അർജുൻ പോസിറ്റീവ് ഷെയ്ഡുള്ള നായക കഥാപാത്രമായിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള റോളിൽ വന്നിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ. പണ്ട് കാക്കക്കറമ്പനിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഉള്ള ആ ചെറുപ്പക്കാരൻ നിന്നും മാറി ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അഭിനയ ലെവലൊക്കെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു താരമാണ് സിദ്ധാർത്ഥ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 1-2 കഥാപാത്രങ്ങൾ, മണികണ്ഠൻ ആചാര്യയും പിന്നെ ഒരു ലേഡി കഥാപാത്രവും, ഇത്രയൊക്കെ ഉള്ളു സിനിമയിൽ. കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. എങ്കിൽ പോലും സിനിമയിൽ മൊത്തം നമുക്ക് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സെറ്റ്, ആ ഒരു ഇല്ലവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ആ പൊളിഞ്ഞ് കിടക്കുന്ന ദ്രവിച്ച് കിടക്കുന്ന ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു പഴയ പൊളിഞ്ഞ് കിടക്കുന്ന ഇല്ലമായിട്ട് നമുക്ക് തോന്നും. അതിലൊക്കെ ആ സെറ്റ്, ആർട്ട് ഡയറക്ഷനൊക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ വർക്ക് വലിയ രീതിയിൽ നമ്മളെ എൻഗേജിങ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ വർക്കാണ്. പല സീനുകളിലും നമുക്ക് അതോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനുകളിലെ ക്യാമറയൊക്കെ വളരെ മികച്ച രീതിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റിങ്ങും വലിയ രീതിയിൽ ഗുണമായിട്ട് സിനിമയ്ക്ക്. പിന്നെ അർജുൻ അശോകൻ കുറേ പാട്ടുകൾ, ശ്ലോകങ്ങൾ പോലുള്ള പാട്ടുകൾ, പാണൻ ആണ് അർജുൻ അശോകൻ്റെ കഥാപാത്രം. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പാട്ടുകളുമുണ്ട്. ആ പാട്ടെല്ലാം കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സിനിമ മൊത്തത്തിൽ നമുക്ക് ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. ഇനി ഭാവിയിൽ OTT ഒക്കെ റിലീസാകുമ്പോൾ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ആ ഹോം തിയേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മഴയുള്ള രാത്രി ഇരുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പടം OTT റിലീസായ ശേഷം ഹോം തിയേറ്റർ സെറ്റപ്പിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ രീതിയിൽ പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല ക്വാളിറ്റി സൗണ്ടുള്ള തിയേറ്ററിൽ പോവുക, നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോവുക, അവിടെ പോയി സിനിമ കാണുക, ആസ്വദിക്കുക. പിന്നെ ഇതിനോട് പറയാനുള്ളത്, നമ്മൾ പോയ തിയേറ്ററിൽ 1-2 പേര് കുറച്ച് സീനൊക്കെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഫുൾ ഇരുട്ടിലിരുന്ന് കാണുന്നത് നമുക്ക് ആ സിനിമയിലോട്ട് നമുക്ക് ലയിച്ചിറങ്ങാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് ഇനി കാണാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ശല്യമാവാതെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ കൊച്ചുകുട്ടികളുമായിട്ടൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ചുമയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നതാണ്. എങ്കിൽ പോലും വലിയ അസുഖമുള്ളവരൊക്കെ ഒന്നും വരരുത്. കാര്യം ഈ സൗണ്ടിന് വലിയ പ്രാധാന്യം. നമ്മൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുമയൊക്കെ ബാക്കിയുള്ളവരുടെ ആസ്വാദനത്തെ ഒരു രീതിയിലെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്
ഒന്ന് പറയണം തോന്നുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു പുള്ളിക്ക് സിനിമ കാണാൻ പോയപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മുത്തശ്ശി കഥ പോലുള്ള സിനിമയാണ്. തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ആ സിനിമ കാണുക. പിന്നെ നിങ്ങൾ പടം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ ബൈ.